എത്ര തരം താഴുന്നതിനും മടിയില്ലാത്തവരാണ് BJP നേതാക്കൾ. കാരണം അവരുടെ സംസ്കാരം അങ്ങനെയാണ്. ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും ഇവരെ പിന്തുണയ്ക്കുന്ന 2 രൂപ കൂലികളുടെ അതേ നിലവാരത്തിലുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പരസ്യമായി അപമാനിച്ച് സംസാരിച്ചിരിക്കുകയാണ് BJP MP സംബിത് പാത്ര. ഇന്ത്യയിലെ ഗോദി മീഡിയകളെല്ലാം ഭരിക്കുന്നവരുടെ ബിസ്ക്കറ്റ് തിന്ന് അവർക്ക് വേണ്ടി PR വർക്ക് മാത്രം നടത്തുന്ന BJP IT സെല്ലിന്റെ സഹസ്ഥാപനങ്ങൾ ആയിരിക്കുമ്പോൾ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാൻ ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് മാത്രമാണ് ആശ്രയം. അതിനാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആധുനിക ലോകത്ത് വിവേകമുള്ള ആളുകൾ വിലമതിക്കുന്നത് സംസ്കാരവും കുലീനത്വവുമുള്ള ആളുകളെയാണ്. എന്നാൽ രാജ്യത്തെ ഏറ്റവും വിവേകമില്ലാത്ത, സംസ്കാരമില്ലാത്ത, കുലീനത്വമില്ലാത്ത ക്രൂഡായ ആളുകളാണ് BJPയുടെ നേതാക്കളും അണികളും. അവരെ സംബന്ധിച്ച് സംസ്കാരമില്ലായ്മയും വിവേകമില്ലായ്മയുമാണ് അവരുടെ ആവേശം. BJP നേതാക്കളിൽ വളരെ ചുരുക്കം ആളുകളാണ് സംസ്കാരവും വിവേകവും ഉള്ളവർ. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം BJP നേതാക്കളും വായിൽ വരുന്ന ഏത് വിവരക്കേടും വിളിച്ചു പറയാൻ യാതൊരു മടിയും ഇല്ലാത്തവരാണ്. ഇതിന് അവർക്ക് ധൈര്യം നൽകുന്നത് ഏത് വൃത്തികേട് പറഞ്ഞാലും ചെയ്താലും അവരെ പിന്തുണയ്ക്കാൻ, അവർക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. പാർലമെന്റ് എന്നത് പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥലമാണ്. പാർലമെന്റ് അംഗങ്ങളിൽ നിന്നും ന്യായമായും വിവേകവും സംസ്കാരവും മാന്യതയുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത് BJPയുടെ അംഗങ്ങളാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇങ്ങനെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ സംസാരിക്കേണ്ട പാർലമെന്റിൽ BJP അംഗങ്ങൾ അവർക്ക് സംസാരിക്കാൻ ലഭിക്കുന്ന അവസരത്തിൽ ഭൂരിഭാഗവും വിനിയോഗിക്കുന്നത് വിവേകമുള്ള ജനപ്രതിനിധികളെ അപമാനിക്കുന്നതിനാണ്. ഇപ്പോൾ ഒഡീഷയിലെ പുരിയിൽ നിന്നുള്ള ലോക്സഭാ അംഗവും BJPയുടെ ദേശീയ വക്താവുമായ സംബിത് പാത്ര പാർലമെന്റിൽ തനിക്ക് സംസാരിക്കാൻ ലഭിച്ച അവസരം ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനാണ്. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെ കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ ചൂടുപിടിച്ചാണ് ഇയാൾ രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നത്. ഇയാളുടെ സംസാരം കേട്ടുകൊള്ളൂ. ये कांग्रेस पार्टी कहती है कि रोहित शर्मा अनफिट है. रोहित शर्मा अनफिट नहीं है, राहुल गांधी अनफिट है. और मैं बता दूं, नरेंद्र मोदी जी के कप्तानी में ही आप देखिएगा भारत विश्व का चैंपियनशिप ट्रॉफी जीतेगी. भारत माता की जय. जय जगन्नाथ. ഈ കോൺഗ്രസ് പാർട്ടി പറയുന്നത് രോഹിത് ശർമ്മ അൺഫിറ്റ് ആണ് എന്നാണ്. രോഹിത് ശർമ്മ അൺഫിറ്റ് അല്ല, രാഹുൽ ഗാന്ധിയാണ് അൺഫിറ്റ്. അതുപോലെ ഞാൻ പറയുകയാണ്, നരേന്ദ്രമോദിയുടെ ക്യാപ്റ്റൻസിയിൽ ലോക ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കുന്നത് നിങ്ങൾ കാണും. ആദ്യം തന്നെ ഓർക്കേണ്ട കാര്യം, കോൺഗ്രസ് പാർട്ടിയോ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കളോ ഷമാ മുഹമ്മദ് പറഞ്ഞ വ്യക്തിപരമായ അഭിപ്രായത്തെ പിന്തുണയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഏതർത്ഥത്തിലാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു എന്ന് ഇയാൾ പറയുന്നത്? അതുപോലെ ഇതിന്റെ പേരും പറഞ്ഞ് ഇതിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേര് വലിച്ചിഴയ്ക്കാൻ ഇയാൾ ആരാണ്? ഇയാൾ സംസാരിക്കുമ്പോഴുള്ള ആ മുഖഭാവവും ബോഡി ലാംഗ്വേജും ശ്രദ്ധിച്ചോ? അസലൊരു വികടന്റെ മുഖഭാവവും സംസാര രീതിയും ബോഡി ലാംഗ്വേജുമാണ് ഇയാൾ ഈ പറയുമ്പോൾ പ്രകടിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഭാഷയും ചേഷ്ടകളും ഭാവങ്ങളുമാണ് ഇവരുടെ സംസാര രീതിക്ക്. ഈ പാർട്ടിയിലുള്ള ബഹുഭൂരിപക്ഷം പേരും ഇതേപോലെ ഉള്ളവരാണ് എന്നുള്ളതിന്റെ തെളിവാണ് അയാളുടെ ചുറ്റുമിരിക്കുന്നവർ ഡെസ്കിൽ അടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയും വൃത്തികെട്ട ചിരി ചിരിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ സംസ്കാരമുള്ള ആരുമില്ലാത്തത്? ഇയാൾ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, എന്നിട്ടും ഇതാണ് ഇയാളുടെ സംസാര രീതിയും പെരുമാറ്റവും. മറ്റൊന്ന്, ഇയാൾ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ലോകകപ്പ് ട്രോഫി വാങ്ങും എന്നാണ്. 2023 നമ്മൾ കണ്ടതാണ് ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനൽ കാണാൻ മോദിയും അമിത്ഷായും ചെന്നിരുന്നപ്പോൾ ഇന്ത്യക്ക് ഉറപ്പാണ് എന്ന് വിശ്വസിച്ചിരുന്ന കപ്പ് നഷ്ടപ്പെടുന്നത്. അന്ന് വളരെയേറെ ആളുകൾ മോദി ദുശകനമാണെന്ന് പറഞ്ഞിരുന്നു. ശകനത്തിലും ദുശകനത്തിലുമൊന്നും എനിക്ക് അല്പം പോലും വിശ്വാസമില്ല. എങ്കിലും മോദിയും ഷായും ലോകകപ്പിന്റെ ഫൈനൽ കാണാൻ പോയപ്പോൾ ഇന്ത്യക്ക് കപ്പ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ മോദിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ലോകകപ്പ് നേടുന്നത് കാണുമെന്ന് ഇയാൾ പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് സംഘികൾക്കൊഴികെ വിവേകമുള്ള ആളുകൾക്ക് ഒന്നും മനസ്സിലാവുകയില്ല. മോദി എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയത്. അതുപോലെ ഇയാളെ ഇത്തരത്തിൽ സംസാരിക്കാൻ
പാർലമെന്റിൽ അനുവദിക്കുന്നതിന് BJPയുടെ MP ആയ സഭ നിയന്ത്രിക്കുന്ന സന്ധ്യ റായ്ക്ക് യാതൊരു മടിയും തോന്നിയില്ല. മണിപ്പൂരിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പാർലമെന്റിനെ ഒരു കോമാളിക്കളമാക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? കോൺഗ്രസിന്റെ ഏതോ ഒരു നേതാവ് എന്തോ പറഞ്ഞതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ ഇയാൾക്ക് എന്ത് അവകാശം? അതുപോലെ ഇത്തരം ഊളക്കളികൾക്കുള്ള സ്ഥലമാണോ പാർലമെന്റ്? ഇയാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി അൺഫിറ്റ് ആണ് എന്നാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അത്ര ഫിറ്റ്നസ് ഉള്ള ആരെങ്കിലും BJPയിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ജിജിറ്റ്സുവിൽ ബ്ലൂ ബെൽറ്റും അക്കിഡോയിൽ ബ്ലാക്ക് ബെൽറ്റും ഉള്ള ആളാണ് രാഹുൽ ഗാന്ധി. വളരെയേറെ ഫിറ്റ്നസ് ട്രെയിനിങ്ങും സ്പോർട്സും ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഫിറ്റ്നസ് എന്താണെന്ന് ഇയാൾക്ക് എന്നല്ല ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം കണ്ടുപഠിക്കാവുന്ന മാതൃകയാക്കാവുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഫിറ്റ്നസിൽ മാത്രമല്ല, ഒരു സംസ്കാരമുള്ള വിവേകമുള്ള വ്യക്തിത്വം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണവും കൂടിയാണ് രാഹുൽ ഗാന്ധി. ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി സ്കൂൾ വിദ്യാർത്ഥികളെ ഫിറ്റ്നസിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയോടൊപ്പം പുഷപ്പ് ചെയ്യുന്ന ഈ വീഡിയോ കണ്ടുകൊള്ളൂ. Now we make it difficult. Try with one hand. Bruce Lee. അതുപോലെ മറ്റ് ചില മാർഷൽ ആർട്സുകൾ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളാണ് ഇവയൊക്കെ. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു ചിത്രം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം ലഭിക്കും. അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലെ മസിലുകൾ ശ്രദ്ധിച്ചോ? ഇന്ത്യയിലെ 5% ആളുകളെങ്കിലും ഇത്രയും ഫിറ്റാണോ എന്ന് സംശയമാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വിവിധ മാർഷൽ ആർട്സുകളും ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളും നടത്തുന്ന ഈ വീഡിയോ എല്ലാവർക്കും മാതൃകയാകേണ്ടതാണ്. ഇങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് BJPയുടെ വിവേകമില്ലാത്ത, നാക്കിന് എല്ലില്ലാത്ത MP ഇങ്ങനെ അവിവേകം വിളിച്ചു പറയുന്നത്. എന്നിട്ട് അത് കേട്ട് കൈയടിക്കാനും ആഹ്ലാദിക്കാനും ഇയാളുടെ പാർട്ടിയിലുള്ള മറ്റുള്ളവരും എന്ന് പറഞ്ഞാൽ ഇന്ത്യ നാണിച്ച് തല താഴ്ത്തണം. ഇത്തരം ആളുകളാണ് ഒരു രാജ്യത്തിന്റെ സാരഥ്യം കൈയാളുന്നത് എന്ന് പറയുമ്പോൾ എത്ര അധപതിച്ചതാണ് ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇവരുടെ പിന്തുണക്കാർ എന്ന് ഓർക്കണം. ഇവർ എന്നാണ് മാന്യമായി രാജ്യത്തിന് അപമാനം ഉണ്ടാക്കാത്ത രീതിയിൽ സംസ്കാരമുള്ളവരായി വിവേകമുള്ളവരായി മാറാൻ പോകുന്നത്? ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം.